ഹായ് വെൽക്കം. നമ്മളിപ്പോൾ കെമിസ്ട്രിയുടെ ആണെന്ന് ക്ലാസ് കേട്ടോ. എല്ലാവരും നന്നായി തന്നെ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? നന്നായി പഠിക്കുക. നമുക്ക് HSA നേരണ്ടേ? കെമിസ്ട്രി ടീച്ചറായിട്ട് ഹൈസ്കൂളിലൊക്കെ പഠിപ്പിക്കാൻ പോകണ്ടേ? അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് കെമിസ്ട്രിയുടെ ബോൺലാൻഡ് ഇക്വേഷനാണ് നോക്കുന്നത്. അത് ജസ്റ്റ് ഇക്വേഷൻ ഒന്ന് അറിഞ്ഞിരിക്കുക. ഡെറിവേഷനൊന്നും നമുക്ക് ആവശ്യമില്ല. ബോൺലാൻഡ് ഇക്വേഷൻ മാക്സ് ബോണും ലാൻഡെ ആണ് രൂപപ്പെടുത്തിയത്. അത് 1918 രൂപപ്പെടുത്തിയത്. ഈ സമവാക്യം ഒരു സംയുക്തത്തിൻ്റെ ലാറ്റിസ് എനർജി വെച്ചാൽ ബോണ്ടിൻ്റെ ശക്തി അളക്കാൻ, ബോണ്ടിൻ്റെ സ്ട്രെങ്ത് അളക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ ഇക്വേഷനാണ് കൊടുത്തിരിക്കുന്നത്. എൻ മീൻസ് അവഗാഡ്രോ നമ്പറാണ് കേട്ടോ. അതുപോലെ ഇ എന്ന് പറഞ്ഞാൽ ലാറ്റിസ് എനർജിയാണ്. പിന്നെ ഉള്ളത് എം എന്ന് പറയുന്നത് മിഡിൽ ലെങ്ത് കോൺസ്റ്റൻ്റ് ആണ്. പിന്നെ ഇസഡ് എന്ന് പറഞ്ഞാൽ കാറ്റേഷൻ ചാർജ്. ഇസഡ് മൈനസ് എന്ന് പറഞ്ഞാൽ അയൺ അല്ല കേട്ടോ, സോറി, അയോണിൻ്റെ ചാർജ്. നമ്മുടെ Na+, Cl-, K+, അങ്ങനെ പറയില്ലേ, അയോണുകളില്ലേ, അയോണിൻ്റെ ചാർജാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ബോൺ ഹേബർ സൈക്കിളാണ്. അത് ജസ്റ്റ് എന്താണെന്ന് നന്നായിട്ട് തന്നെ അറിഞ്ഞിരിക്കുക. ഒരുപാട് ഭയങ്കര വിശദമായിട്ടൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ബോൺ ഹേബർ സൈക്കിൾ എന്ന് പറയുന്നത് അയോണിക് സോളിഡുകൾ എന്താണെന്ന് നോക്കാം നമുക്ക് കേട്ടോ. ബോൺ ഹേബർ സൈക്കിളിലേക്ക് വിശദമായിട്ട് കിടക്കാം. അയോണിക് സോളിഡുകൾ സ്ഥിരതയുള്ള സംയുക്തങ്ങളാണ്. അയോണിക് സോളിഡുകൾ എന്ന് പറഞ്ഞാൽ ഖരവസ്തുക്കളുടെ കാര്യം കേട്ടോ. അയോണിക് സോളിഡുകളുടെ ലാറ്റിസ് ഊർജം നിർണ്ണയിക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഈ ഹേബർ സൈക്കിൾ ഉപയോഗിക്കുന്നത്. അയോണിക് സോളിഡുകൾ, അയോണിക് NaCl ഒക്കെ പോലുള്ള അയോണിക് സോളിഡ്സ് ഉണ്ടല്ലോ, ആ അയോണിക് സോളിഡുകളുടെ എന്ത് മനസ്സിലാക്കാനാണ്, ലാറ്റിസ് എനർജി നിർണ്ണയിക്കാനും മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബോൺ ഹേബർ സൈക്കിൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ എന്താണ് ബോൺ ഹേബർ സൈക്കിൾ എന്ന് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ബോൺ ഹേബർ സൈക്കിൾ വിശദീകരിക്കാനായിട്ട് നമുക്ക് കുറച്ച് ടേംസ് നോക്കാം. ഓരോ ടേംസ് ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ള കാര്യം. ഓരോന്നോരോന്നായിട്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ആദ്യത്തേതാണ് അയണൈസേഷൻ എനർജി. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അയണൈസേഷൻ എനർജി എന്താണെന്നൊക്കെ ഉള്ളത്. എങ്കിലും നമ്മൾ HSAക്ക് വേണ്ടിയിട്ട് പഠിക്കുകയാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് വീണ്ടും നല്ല രീതിയിൽ തന്നെ എല്ലാം മനസ്സിലാക്കി തന്നെ പോവുക. ഓക്കെ, അയണൈസേഷൻ എനർജി എന്താണ്? ന്യൂട്രൽ അയോൺ അല്ലെങ്കിൽ ആറ്റം അല്ലേ, ആറ്റത്തിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ എടുക്കാൻ, എന്താണ് ഇലക്ട്രോണിനെ എല്ലാവർക്കും ആവശ്യമാണല്ലേ. ഒന്നെങ്കിൽ ഇലക്ട്രോണിനെ തട്ടിപ്പുറത്തുകൊണ്ട് പോകും, അതല്ലെങ്കിൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും, ഏതെങ്കിലും ഒന്ന് സംഭവിക്കുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ അതിനായിട്ട് എടുക്കാൻ ആവശ്യമായ ആ എനർജിയാണ് അയണൈസേഷൻ എനർജി. ഇങ്ങനെ ചെയ്യുന്നതിന് മുൻപ് ഊർജത്തിൻ്റെ ഒരു ഇൻപുട്ട് ഉണ്ടായിരിക്കണം. എനർജി ഇവിടെ ആവശ്യമാണ്. അതിനാലാണ് എല്ലായ്പ്പോഴും അയണൈസേഷൻ എനർജി എങ്ങനെയാണ്, പോസിറ്റീവാണ്. അയണൈസേഷൻ എനർജി ആവർത്തന പട്ടിക എന്ന് പറഞ്ഞാൽ നമ്മുടെ പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിൽ ഇടത്തു നിന്ന് വലത്തോട്ട് പോകും തോറും എങ്ങനെയാണ് വർദ്ധിക്കുകയും മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും എങ്ങനെയാണ് കുറയുകയും ചെയ്യുന്നു. എന്നിരുന്നാലും പൂർണ്ണമായും നിറഞ്ഞ, അതായത് പൂർണ്ണം എന്ന് വെച്ചാൽ ഫുൾഫിൽ ആയത്, അതല്ലെങ്കിൽ ഹാഫ് ഫില്ലായത്, അങ്ങനെയുള്ള ആ ഓർബിറ്റിലുണ്ടല്ലോ, അവരുടെ സ്ഥിരത കാരണം അതിനൊക്കെ ചില അപവാദങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ടേംസിലേക്ക് പോകാം. നമുക്കിപ്പോൾ അടുത്ത ടേമിലേക്ക് പോകാം. എന്താണെന്ന് നോക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അയണൈസേഷൻ എനർജി പറഞ്ഞു. അടുത്താണ് ഇലക്ട്രോൺ അഫിനിറ്റി. ഇലക്ട്രോൺ അഫിനിറ്റി എന്താണ്? ഒരു ന്യൂട്രൽ അയോൺ അല്ലെങ്കിൽ ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോൺ ചേർക്കുമ്പോൾ പുറത്തു വരുന്ന എനർജിയാണ്. എന്താണ്? ഒരു ന്യൂട്രൽ അയോൺ അല്ലെങ്കിൽ ഒരു ആറ്റത്തിലേക്ക് ഒരു ഇലക്ട്രോണിനെ നമ്മൾ ചേർക്കുകയാണ്. ഇലക്ട്രോണിനെ ചേർക്കുമ്പോൾ പുറത്തു വരുന്ന ആ ഊർജത്തെയാണ് എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോൺ അഫിനിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ ഇലക്ട്രോൺ അഫിനിറ്റിയുടെ നിർവചനം എങ്ങനെയാണ് ഒന്നുകൂടെ വ്യക്തമായി പറയുകയാണെങ്കിൽ, ഒരു പോസിറ്റീവ് മൂല്യമായി സൂചിപ്പിക്കുന്നു. ഇലക്ട്രോൺ അഫിനിറ്റി ചെയ്യുന്നത് പോസിറ്റീവാണ്. അതുപോലെ ലാറ്റിസ് എനർജി കണക്കാക്കാൻ ഉപയോഗിക്കുമ്പോൾ
നമ്മളിപ്പോൾ ലാറ്റിസ് എനർജി കണ്ടെത്തുകയാണ്, അല്ലെങ്കിൽ ഒരു ഒരു ആറ്റത്തിൻ്റെ NaCl എടുക്കുകയാണ്. ആ NaClൻ്റെ ലാറ്റിസ് എനർജി നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ അപ്പോൾ അവിടെ ഇലക്ട്രോൺ അഫിനിറ്റി എങ്ങനെയാണ്? ഇലക്ട്രോൺ അഫിനിറ്റി കുറയണം. അതുപോലെ പോസിറ്റീവ് മൂല്യം കാരണം അവിടെ അത് കൂട്ടേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസായിട്ട് ഒരുപാട് കാര്യം അറിയണ്ട. മെയിനായിട്ട് ഇലക്ട്രോൺ അഫിനിറ്റി ഒരു പീരിയോഡിക് ടേബിൾ എടുക്കുകയാണെങ്കിൽ അവിടെ പീരിയോഡിക് ടേബിൾ എങ്ങനെയാണ്? ഇടത്തു നിന്ന് വലത്തോട്ട് പോകും തോറും ഇലക്ട്രോൺ അഫിനിറ്റി എന്തിനെ കൂടുന്നു, ഇലക്ട്രോൺ അഫിനിറ്റി കൂടുന്നു. അതുപോലെ ഗ്രൂപ്പിൽ നിന്ന് താഴേക്ക് വരുന്തോറും എങ്ങനെയാണ്? ഇലക്ട്രോൺ അഫിനിറ്റി കുറയുന്നു. ജസ്റ്റ് ആ കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റാണ് ഡിസോസിയേഷൻ എനർജി. ഡിസോസിയേഷൻ എനർജി എന്താണ്? ഒരു സംയുക്തത്തെ തകർക്കാൻ ആവശ്യമായ, ഡിസോസിയേറ്റ് ചെയ്യുക. എന്ത് കാര്യമാണ് നമ്മൾ ഡിസോസിയേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അല്ലേ? ഒരു സംയുക്തത്തെ തകർക്കാൻ ആവശ്യമായ എനർജിയാണ് ഡിസോസിയേഷൻ എനർജി. ഇതൊരു എൻഡോതെർമിക് പ്രോസസ്സാണ് ഈ ഡിസോസിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്ത ടൈമിലേക്ക് പോകാം. അടുത്ത എന്താ പറയുന്നത്? സബ്ലിമേഷൻ എനർജി. ആറ്റമൈസേഷൻ്റെ ഊർജം എന്നറിയപ്പെടുന്നതിന് ആറ്റമൈസേഷൻ്റെ എനർജിയാണ് സബ്ലിമേഷൻ എനർജി എന്ന് പറയുന്നത്. ദ്രാവക ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ സംയുക്തത്തെ ഖരാവസ്ഥയിൽ നിന്ന് വാതകാവസ്ഥയിലേക്ക് നമുക്ക് ദ്രാവകമാക്കണമെങ്കിൽ എങ്ങനെയാണ്? ഖരമായിട്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നമുക്ക് ദ്രാവക രൂപത്തിലേക്ക് കിട്ടണമെങ്കിൽ അതിനെ എന്തിലേക്ക് മാറ്റണം? നമ്മൾ വാതകത്തിലേക്ക് മാറ്റണം അല്ലേ? നമ്മൾ ഐസ് തന്നെ നമ്മളെടുത്തിട്ട് ചൂടാക്കുമ്പോൾ ഉറപ്പായിട്ടും അവിടെ സബ്ലിമേഷൻ സംഭവിക്കും അല്ലേ? അപ്പോൾ അതാണ് അങ്ങനെയുള്ള ആ ഒരു എനർജിയാണ് എന്തെന്ന് പറയുന്നത്. അതെപ്പോഴും പോസിറ്റീവായിരിക്കും സബ്ലിമേഷൻ എനർജി എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് നമ്മുടെ ഹെസ്സിൻ്റെ നിയമം. ഹെസ്സിൻ്റെ നിയമം എന്ന് പറയുമ്പോൾ ഓരോരോ ഘട്ടങ്ങളായി നമ്മൾ പറയുന്നത്, ഈ ബോൺഹേബർ സൈക്കിൾ പറയുന്നത് ഓരോരോ പ്രോസസ്സുകളായിട്ടാണ്. ആ ഒരു നിയമത്തെയാണ് നമ്മൾ ഹെസ്സിൻ്റെ നിയമം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ദി ബോൺഹേബർ സൈക്കിൾ ഹെസ്സിൻ്റെ നിയമത്തെയും അതിൻ്റെ അയോണിക് സോളിഡിൻ്റെ പ്രയോഗത്തെയും അടിസ്ഥാനമാക്കിയുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ നിയമവുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെയാണ് നമ്മൾ ഹെസ്സിൻ്റെ നിയമമായിട്ട്, അത് കൂടുതലായിട്ട് പഠിക്കേണ്ട കാര്യമില്ല, ആ ഒരു നിയമവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ബോൺഹേബർ സൈക്കിൾ നമ്മൾ പഠിക്കുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, നോക്കാം നമുക്കിനി അടുത്ത ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.